ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് പീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, ഈ കിഴി റിയാക്ഷൻ ആണ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം, ദ ഗോഡ്. സിനിമയുടെ ചില സ്പെഷ്യൽ കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, നമ്മുടെ വെങ്കട്ട് പ്രഭു പറഞ്ഞ കാര്യമാണ്. അതായത് ആളുടെ ഇതുവരെയുള്ള സിനിമകളിൽ ഏറ്റവും ബെസ്റ്റ് സിനിമയായിരിക്കും ഗോട്ട് എന്നാണ് ആൾ പറഞ്ഞിരിക്കുന്നത്. പ്രതീക്ഷ പറഞ്ഞതാണ്. അതെ, പ്രതീക്ഷയാണല്ലോ അല്ലെങ്കിലും വേണ്ടത്. ആ പ്രതീക്ഷ കേട്ടപ്പോൾ നമുക്ക് കുറച്ച് പ്രതീക്ഷ കൂടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും പ്രതീക്ഷ കൂടുന്നത്, പ്രതീക്ഷ നിലനിർത്താനുള്ള സാധനം കൂടി അതിനകത്ത് ഉണ്ടായാൽ മതി. അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിൽ കൂടുതലൊന്നും വേണമെന്നൊന്നും ആഗ്രഹമൊന്നുമില്ല. എന്തായാലും നമ്മുടെ കേരളത്തിൽ 4 മണിക്ക് ഷോ ഉണ്ട്. അപ്പോൾ 4 മണിക്ക് തന്നെ കാണാനുള്ളൊരു ത്വര. 4 മണിക്ക് കാണണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ വെക്കുമോ എന്നുള്ള കാര്യത്തിൽ മാത്രം സംശയമുള്ളൂ. അല്ലേ, അതിനൊരു ത്വരയായി അറിയാം ഇത് കേട്ടപ്പോ. പക്ഷെ ഒരാണെങ്കിൽ ഇന്ന് ഔദ്യോഗികമായിട്ട് അതങ്ങ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗോകുലം മൂവീസ് 4 മണിക്ക് തന്നെ ഷോ തുടങ്ങും എന്നുള്ളത്. ഇനി വല്ല എറണാകുളം, കോഴിക്കോട് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാവുള്ളൂ. നമ്മുടെ നാട്ടിലോട്ട് വരുമ്പോൾ അത് മാത്രം നമുക്ക് ആകെയുള്ള ഒരു പ്രശ്നം. ഷോ തുടങ്ങുന്നത് എപ്പോഴാണ് അപ്പൊ കാണണം. അല്ലെങ്കിൽ പിന്നെ അതിന് ശേഷം അപ്പോഴേക്കും ഇപ്പൊ ഒരു 4 മണിക്ക് വെക്കുന്ന ഷോ ഒരു 6 മണിയാകുമ്പോഴത്തേക്കും 2 മണിക്കൂർ ഹാഫ് ടൈം ആയി. ആ സാധനത്തിന്റെ റിസൾട്ട് മൊത്തം ഏകദേശം വരും. പിന്നെ നമ്മൾ അതിരുന്ന് ആ ഒരു എക്സ്പെക്ടേഷനിലായിരിക്കും പോയിരുന്ന് കാണുന്നത്. നമുക്ക് ഫസ്റ്റ് കാണാന്നുള്ളൊരു ആക്രാന്തം സ്വാഭാവികമാണല്ലോ. എന്തായാലും ഓരോ ദിവസം കഴിയുന്തോറും ഓരോ ഗ്ലിംസ് വീഡിയോ അങ്ങനെ AGS എന്റർടൈൻമെന്റ്സ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലതൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. എല്ലാം കിടിലൻ സാധനങ്ങളാട്ടോ. വെറൈറ്റി സാധനങ്ങളാ. ഒക്കെ ഇതിലും എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടോ ചെയ്തു വെച്ചേക്കുന്നതിനകത്തൊക്കെ? ഓക്കെ, ഇത് ട്രെയിലറിന് മുമ്പ് വന്നാട്ടോ. അത്യാദി സാധനം. ട്രെയിലർ വരുന്നതിന്റെ തൊട്ട് മുന്നേ അല്ലേ ട്രെയിലർ ഫ്രം ടുഡേ എന്ന് പറഞ്ഞത്. ഇത് നമ്മളന്ന് റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഉൾപ്പെടുത്തി കേട്ടോ. ഓണോ? ശരിയാണ്. ഓ 15. ഓക്കെ, അടുത്തത്. Guys, this is a new assignment. சென்னையில் ஏதோ ஒரு இடத்துல பாம்பு வைக்க போறாங்க. உங்களை லீட் பண்ண போறது ஒரு புது லீடர். ஜெயராமன். அது 68 International Successful Operation. He is the Lord of Science. 14 ദിവസം കൂടി. അടുത്തത് രസല്ലേ ഓരോന്നും. രസമുണ്ട്. ഫുള്ള് വെപ്പൺസ് ആവുമ്പോ 13 ദിവസം. അടുത്തത് You think you can stop me? You think you can stop me? No one can stop me. Hey. ഇങ്ങനെ സ്ക്രീനിൽ കാണിക്കുമ്പോൾ അവസ്ഥ ഫസ്റ്റ് ഷോയ്ക്ക് പ്രൊമോഷൻ സംഭവങ്ങളല്ലേ. മറ്റേ ട്രെയിനിലൊക്കെ A lion was always a lion. He is the goat of Science. ഡബിൾ ഡെലിവറി വീഡിയോ. മോനെ ഫുൾ ഗോട്ട് മഴയാണല്ലോ.
ഓ നല്ല സാധനം. ഇപ്പൊ അയാമല്ലോ വി ആർ വെയിറ്റിംഗ് അങ്ങനെ പറയണം. അയാം പറയരുത്. എന്താ രസകരമായ ഓരോ വീഡിയോസ് അല്ലേ? സത്യം. ശരിക്കും ഇത് ഓരോന്നും ഓരോ ദിവസം വന്ന സമയത്ത് എടുത്ത് വെച്ച് ചെയ്യായിരുന്നു. അല്ലേ നമ്മളിതിന് കൊടുത്തിരിക്കുന്ന ഒരു പ്രതീക്ഷ അത് ഞങ്ങൾ മനഃപൂർവ്വം ഒന്ന് ആവേശവും കാര്യങ്ങളും ഒക്കെ ഒന്ന് കുറച്ച് വെച്ചിരിക്കുകയാണ് ശരിക്കും. ഇനിയിപ്പോ ഓവറായിട്ടുള്ള ആവേശം കൂടിയിട്ട് ഇനി നമുക്ക് നെഗറ്റീവായി വരണ്ട. ഇനിയിപ്പോ നെഗറ്റീവ് ആവുന്നതിനല്ല, ഇനിയിപ്പോ കുറച്ച് വീഡിയോ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ നമ്മളോട് സപ്പോർട്ട് ചെയ്തേക്കുന്ന ഇവര് തന്നെ പറയും നിങ്ങളൊക്കെ ഓലക്കകത്ത് ഇത് കൂടിയത് കൊണ്ട് തന്നെയാണ് സിനിമ പരാജയപ്പെട്ടതെന്ന്. വെറുതെ എന്തിനാ അത് കേൾക്കാൻ നിൽക്കണം? അതിന് നല്ലത് ഇങ്ങനെ ഒരുമിച്ച് കിട്ടുമ്പോൾ ചെയ്താൽ മതി. എന്തായാലും രസകരമായ വീഡിയോസ് ആണ്. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിലാ പെട്ടിയില്ലേ, അതാണ്. അതിലാ പെട്ടി ഓരോ സാധനമാണ്. ഓക്കെ, എന്തായാലും ടൈറ്റിൽ കാർഡ് അത് വേറെ ലെവലായിട്ട് സാധനം. അതിനകത്തൊരു തർക്കമില്ല കേട്ടോ. കുറച്ച് സ്റ്റിൽസ് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ കാരണം കൊണ്ട് തന്നെ കേട്ടോ, നിങ്ങൾ എന്ത് ഉറപ്പിക്കലാണ് എന്ന് ചോദിക്കുമെന്നുള്ളതുകൊണ്ട് അതുകൊണ്ടാണ് യങ് ലുക്കുള്ള ഈ ഒരു ഫോട്ടോ, പിന്നെ മീനാക്ഷിൻ്റെ കൂടെയുള്ള അമ്പർല പിടിച്ചുള്ള ഫോട്ടോ, പിന്നെ ആളെ ചോദ്യം ചെയ്യുന്നത് സാഡ്സിൽ അല്ലേ. അടുത്തത് ലിയോയിലെ ആ ഒരു മാർക്കറ്റ് ഫൈറ്റ് പോലെ ലിയോ ബീസ്റ്റ് ഇതോ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാം അത് ഓരോന്നോരോന്നുണ്ടാവും അല്ലേ? കറക്റ്റ് അല്ലേ? കറക്റ്റ്. വൈറ്റ് ഷർട്ടും കാര്യങ്ങളും തുപ്പാക്കി നിൽക്കല്ല, ഈ ജാതി കോസ്റ്റ്യൂം അല്ലാന്നോ, മറ്റേ ബ്ലാക്ക് ആണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ താടി അങ്ങനൊന്നും ഇല്ല, അത്രക്ക് ഇങ്ങനെയല്ലല്ലോ. ഇത്ര ഇത് തന്നെ ഹെയർ സ്റ്റൈൽ വ്യത്യാസമുണ്ട്. എന്തായാലും കൊള്ളാം. അജ്മല് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. അജ്മല് പറഞ്ഞ വീഡിയോ കാണണോ? അതായത് ഇതുവരെ നമ്മൾ ഉണ്ടാക്കി വെച്ചൊരു സാധനം ചിലപ്പം ചില ആൾക്കാരുടെ മനസ്സിൽ അത് തകിടം പറഞ്ഞ് താഴെ പൊട്ടും, ചില ആൾക്കാർക്ക് അത് ഒരു കയറ്റവും കയറുകയും ചെയ്യും. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. നല്ല അടിപൊളി മാസം മസാലപ്പടായിരിക്കും. പാട്ടിന് പാട്ട്, ഇടുക്കി ഫാമിലി സിനിമ, കോമഡി എല്ലാം കൂടി ഉള്ളൊരു മാസ് പരിപാടിയാണ്. തമിഴ്നാട്ടിൽ ഒരു തിയേറ്ററിൽ പോലും ഗോട്ടല്ലാതെ മറ്റൊരു സിനിമയില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന അപ്ഡേറ്റ്. സെപ്റ്റംബർ 5-ാം തീയതി വിജയെ പോലെ വലിയ താരം അങ്ങനെ മനുഷ്യനോട് ചേർന്നത് എന്താ തോന്നിയത്? ഒരു പാവം മനുഷ്യനാണ്. ഞാനൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാനായിട്ടാണ് കൂടുതൽ സിനിമയിൽ ഞാൻ കമ്മിറ്റഡായി പോയത്. കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ പലപ്പോഴും മാറി ഒതുക്കി നിൽക്കുമ്പോൾ ഇദ്ദേഹം നമ്മളെ കളിച്ച് സെറ്റിലേക്ക് കൊണ്ടുവരികയും സീക്വൻസിലൊക്കെ നമുക്ക് ആഡ് ചെയ്ത് തരികയും ഭയങ്കര സ്വീറ്റായിട്ടുള്ളൊരു വ്യക്തിയാണത്. ഓക്കെ, ഇത് കേട്ടിട്ട് എനിക്ക് താഴേക്കാണല്ലോ മാസ് മസാല സിനിമ എന്ന് പറഞ്ഞാൽ തന്നെ. അതായത് മാസ് മസാലയൊക്കെ പോയിക്കോട്ടെ, എല്ലാം ഉണ്ടാവും എന്ന് പറയുമ്പോഴേ എനിക്കത് എപ്പോഴും നെഗറ്റീവ് അടിക്കുന്നൊരു സാധനം. ഇതിന് കോമഡിക്ക് കോമഡി ഉണ്ടാവും, ഫൈറ്റിന് ഫൈറ്റ് ഉണ്ടാവും, മസാലക്ക് മസാല ഉണ്ടാവും, പാട്ടിന് പാട്ടുണ്ടാവും എന്നൊക്കെ പറയുമ്പോഴേ എല്ലാം ഇതിലൊക്കെ ഈ ചേരുവകളൊക്കെ വേണം. അതുകൊണ്ട് ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നത് പോലെയാണ്. ഇതെല്ലാം വന്നാലേ വിജയ് സിനിമ വിജയിക്കൂ എന്നുള്ളൊരു ധാരണയാണ്. എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് തോന്നിയിട്ടുണ്ട്. അത് ആളുടെ പടങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അറിയാം ഈ സംഭവങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടായിരിക്കും സിനിമകൾ വരുന്നത്. എന്താണെങ്കിലും അജ്മൽ ഭയങ്കര ഹാപ്പിയാണ്. അതായത് സിനിമ വരട്ടെ, സിനിമ വന്നിട്ട് നമുക്ക് ഹാപ്പിയാണോ അല്ലയോ ഒന്ന് ആലോചിക്കാം. പലതും മറച്ചു വെക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാവും. ഇത് എനിക്ക് തോന്നുന്നു പറയുമ്പോൾ അത് പുറത്ത് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. സാഹചര്യം അതാണ്, അതുകൊണ്ട് അങ്ങ് പറഞ്ഞു പോകുന്നതാണ് തോന്നുന്നത്. അല്ലാണ്ട് അതായത് ഇതൊരു സ്പെഷ്യൽ സിനിമ തന്നെയാണ്, ഒരു സയൻസ് ഫിക്ഷൻ ആണ്, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. പക്ഷെ അതിനവർ മാസ്ക് ചെയ്യുന്നത് ഇതൊരു മാസ് മസാല, സാധാരണ വിജയ് സിനിമ എന്നുള്ള രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അങ്ങനെ തോന്നുന്നു, സംസാരിക്കുന്ന കേട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ. പക്ഷെ ട്രെയിലറിലൊക്കെ നമുക്ക് മറ്റുള്ള സാധനങ്ങളൊക്കെ അതിനകത്ത് ഊറ്റിയെടുക്കാനുണ്ട് താനും. അതാണ് ട്രെയിലറിൽ നിന്ന് മസാലൻ്റെ രീതിയിലുള്ള സംഭവങ്ങൾ തന്നിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് നമുക്കൊരു വേറൊരു ഐറ്റം നമുക്കത് കാണാൻ പറ്റും. ഈ പറഞ്ഞ സാധനമൊക്കെ ട്രെയിലറിലുണ്ട്. മാസുണ്ട്, പിന്നെ കോമഡി ഉണ്ട്, പിന്നെ എന്താ പറയുക സെന്റിമെന്റ്സ് ഉണ്ട്. ഇതെല്ലാം ട്രെയിലറിൽ തന്നിട്ടുള്ള സാധനം തന്നെയാണ്. പക്ഷെ
പിന്നെ ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് പറയുമ്പോഴേ ഇത്രയും സോങ് ഒക്കെ വേണോ എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ്. അതൊരു സത്യം. അപ്പോൾ അങ്ങനത്തെ സോങ് ഒക്കെ ഇങ്ങനെ കുത്തിക്കയറ്റി പുറത്തുവിടുമ്പോഴേ നെഗറ്റീവായി പഠിക്കുന്നുണ്ട്. അതാണ് നമ്മളെ ശരിക്കും പേടിപ്പിക്കുന്ന ഒരു സംഭവം. എന്തായാലും വരട്ടെ, ഇനി അത് കഴിഞ്ഞിട്ട് പേടിക്കാം. അപ്പൊ എന്തായാലും സെപ്റ്റംബർ 5 വരെ ടൈം ഉണ്ടല്ലോ. നമ്മൾ ഡീഗ്രേഡ് ചെയ്യുന്നത് പോലെ തോന്നുക, ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. അതായത് നമ്മളിതിന്റെ സെൻസറിന്റെ ഒരു ഇത് വന്നപ്പോൾ അത് റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ. അപ്പോൾ അതിൽ നമ്മൾ അതായത് ഇത് കഴിഞ്ഞതിന് ശേഷം നെഗറ്റീവ് റിപ്പോർട്ട്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ പറഞ്ഞതല്ല, പുറത്ത് വന്ന പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ കമൻസ്, അതായത് നിങ്ങൾ സെൻസർ ബോർഡിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിയിൽ അവിടുന്ന് അങ്ങനെ വരുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതുന്നില്ല. പക്ഷെ അങ്ങനെ പ്രചരിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. സത്യമായിട്ടും അതങ്ങനെ തന്നെയായിരുന്നു. നമ്മള് അവിടുന്ന് ഇവിടുന്ന് കേൾക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അല്ലാണ്ട് നമ്മള് പിന്നെ നമ്മുടേതായ അഭിപ്രായങ്ങൾ നമ്മൾ പറയാറുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി. അല്ലാണ്ട് ഇപ്പൊ നമ്മൾ ഇതിങ്ങനെ ഉറപ്പിച്ച് പറയുന്നൊന്നുമില്ല. ഈ സിനിമ അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് സിനിമ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. എന്താണെങ്കിലും സിനിമ വരട്ടെ, ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ട് പോരാൻ പറ്റട്ടെ. എന്നും നമ്മളിങ്ങനെയാണ്. അതായത് സിനിമൻ്റെ മുൻപ് പ്രതീക്ഷ ഇല്ലെങ്കിൽ പോലും ചെറിയ പ്രതീക്ഷയെങ്കിലും ഞാൻ വെക്കുന്ന ഒരാൾക്കാരാണ് ഞങ്ങൾ. അതെ. ഇത് അങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടായിട്ട് അത് വിജയിച്ച് പോയേക്കാം, നല്ലതായേക്കാം എന്നങ്ങനെ അങ്ങനെ പോസിറ്റീവ് തിങ്കിങ് ഉള്ള ഒരാൾക്കാർ തന്നെയാണ് ഞങ്ങൾ എപ്പോഴും. അല്ലേ? തീർച്ചയായിട്ടും. അതല്ലേന്നൊക്കെ നമ്മൾ ചോദിക്കും. നമ്മുടെ വീഡിയോസിന്റെ എടുത്ത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണെങ്കിലും ഞങ്ങൾ പോട്ടെ. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ. ബൈ.